ഹേ ഗായ്സ്, ഇവിടെ കാനഡയിൽ മഞ്ഞ് പെയ്തു ഗൈസ്. ഇതാണ് വിൻ്ററിലെ കാഴ്ചകൾ. ഇന്നത്തെ വ്ലോഗ് വിൻ്റർ കാഴ്ചകളും വിൻ്ററിലുള്ള കഷ്ടപ്പാടുകളുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന മഞ്ഞ് നമ്മൾക്ക് മാറ്റണം. ഇത് വീടിൻ്റെ ബാക്ക് സൈഡ് മാത്രമാണ്, നമുക്കിതുപോലെ ഫ്രണ്ടിൽ മാറ്റണം. നല്ല കഷ്ടപ്പാടാണ് ഗൈസ് മഞ്ഞൊക്കെ പെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാനഡ. നമുക്ക് ആദ്യമേ ഇവിടുത്തെ മഞ്ഞൊക്കെ മാറ്റാം. നമ്മളിത് മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ കട്ടി പിടിക്കും, ഐസാവും. ഇത് രാവിലെ ഞാൻ കുറേ മാറ്റിയതാണ് ഈ സൈഡുകളിൽ കിടക്കുന്നത്. ഇപ്പം നമുക്ക് നടക്കാനുള്ള രീതി ഇട്ടാൽ മതി. ബാക്കിൽ ഒരുപാട് കംപ്ലീറ്റ് മാറ്റമൊന്നും വേണ്ട. നമുക്ക് ഈ വീട്ടിൽ നിന്നും അകത്തി വെക്കണം. കാരണം ഈ മഞ്ഞുണ്ടല്ലോ വെയിലടിക്കുമ്പം അലിച്ച് മെൽറ്റാവുമ്പം നമ്മുടെ വീടിൻ്റെ നമുക്ക് ബേസ്മെൻ്റ് ഇല്ലേ, വീടിൻ്റെ അടിയിലും വീടിൻ്റെ ആ കാണുന്ന താഴത്തെ ഫ്ലോറിലും റൂമുകളും ലിവിങ് റൂമും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് മാറ്റിയില്ലെങ്കിൽ ഇത് മെൽറ്റായി വെള്ളം ഇറങ്ങും. അപ്പം അത് ഒഴിവാക്കാനാണ് വീട്ടിൽ നിന്നും അകത്തിയിടുന്നത്. ഇതാണ് വിൻ്ററിലെ ഏറ്റവും വൃത്തിയിൽ. ഇത് മാത്രമല്ല, നമുക്ക് വണ്ടി പുറത്ത് ഗരാജ് ഇല്ലാത്തവർക്ക്, ഈ വണ്ടി പുറത്ത് ഷെഡില്ലാത്തവരില്ലേ, അവർ വണ്ടിയിൽ നിന്നൊക്കെ മഞ്ഞ് മാറ്റണം ജോലിക്കൊക്കെ പോകാൻ. നമുക്ക് ഭാഗ്യത്തിന് ഷെഡ് ഉണ്ടായതുകൊണ്ട് ആ കഷ്ടപ്പാടില്ല. ഈ ഭാഗം കണ്ടോ, നമ്മൾ ഇത്രയും മാറ്റി. ഇനി നമുക്ക് ഇങ്ങോട്ട് ഈ ഷെഡിലേക്കുള്ള ആക്സസ് ശരിയാക്കണമല്ലോ. അപ്പോൾ ഈ ഷെഡിലേക്കുള്ള ആക്സസിന് വേണ്ടി നമുക്ക് മഞ്ഞ് മാറ്റണം. പിന്നെ നമുക്ക് നമ്മുടെ ഡൂഡു നമ്മൾ ഇറങ്ങിപ്പോയാൽ അവൾക്ക് പ്രശ്നമില്ല. അവൾ ഈ മഞ്ഞിലൂടെയൊക്കെ ചാടിയും ഓടിയങ്ങ് പോകും. ഈ വിൻ്റർ സമയത്ത് ഒട്ടും പിടിക്കാത്തൊരു സംഭവമാണ്. ഇവളുണ്ടല്ലോ ഡൂഡു, മഞ്ഞിൽ മൊത്തം കുളിച്ച് വീടിനകത്ത് കയറുമ്പോഴത്തേക്ക് ഫുൾ വെള്ളമാവും. ആക്ച്വലി ഇതാണ്ട് ഈ ഡൈനിങ് പാറ്റിയോ സെറ്റ് എടുത്ത് ഷെഡിനകത്ത് വെക്കേണ്ടതായിരുന്നു. ഇനിയിപ്പം ഈ ഉള്ള മഞ്ഞ് അലുക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ. എനിക്കൊന്ന് ഇത്രയും മഞ്ഞ് പെയ്ത സ്ഥിതിക്കൊരു 1-2 ആഴ്ച ഈ മഞ്ഞ് ഇവിടെ കിടക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ അലുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടേബിളും ചെറുക്കെടുത്ത് അകത്ത് വെക്കാം. ഇതുണ്ടോ, ഇതിന് മഞ്ഞ് കളഞ്ഞ് താത്തി വെക്കാൻ പറ്റത്തില്ല. നമുക്ക് മഞ്ഞ് അലുത്ത് കഴിയുമ്പം നമുക്ക് എടുത്ത് അകത്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയി ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ഡൂഡുമ്മയ്ക്ക് ചൂച്ചു വയ്ക്കാൻ മുട്ടി പുറത്ത് പറഞ്ഞോടെയാണ്. സാധാരണ അവിടെ പോയി അവള് മഞ്ഞിൽ മൊത്തം ഇങ്ങനെ കുത്തി മറിഞ്ഞിട്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ മാറ്റിയായിരുന്നു. അപ്പം അതുകൊണ്ട് മഞ്ഞ് കുറവാണ്. പിന്നെ പെയ്തത് അധികം പെയ്തില്ല. ഇതൊക്കെയാണ് മക്കളെ കാനഡയിലുള്ള കഷ്ടപ്പാടുകൾ. ഒന്ന്, നമ്മളീ നടപ്പാതയൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവളപ്പുള്ള നടപ്പാതകളൊക്കെ നമ്മൾ തന്നെ മാറ്റണം. മഞ്ഞ് ഇതിപ്പം ഞാൻ ചെയ്ത ഭാഗമാണ് ഗൈസ്. കണ്ടോ, ഇനി നമുക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം. പലരും പല സമയത്തായിരിക്കും ചെയ്യുന്നത് ഗൈസ്, സമയം കിട്ടുന്നതനുസരിച്ച്. പലർക്കും സംശയമാണ് മഞ്ഞ് എങ്ങനെയാണ്.
മഞ്ഞ് ആക്ച്വലി പഞ്ഞി പോലെ ഇരിക്കും ഗൈസ്, പക്ഷേ ഇരുന്ന് വെള്ളവും കൂടെ ചേർന്ന് ചിലപ്പോൾ ഇത് കട്ടി പിടിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. കട്ടി പിടിച്ചാൽ പിന്നെ ഇത് പോകാൻ ഭയങ്കര പാടാണ്. ആടി കറക്കണോ. ഇത് കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നതോ. ഒരു കൊച്ചുമായിട്ട് വന്നു പോയി നോക്കൂ. No, that's okay. You can play. ഞാനേ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്തേക്ക് വിൻ്ററിൽ ക്രിസ്മസ് സമയമല്ലേ, ക്രിസ്മസ് ടൈം ആകുമല്ലേ, ഒരുപാട് പേര് ലൈറ്റ്സൊക്കെ ഇടും. അപ്പം ഞാൻ ഇവിടുത്തെ ലൈറ്റ്സും കാഴ്ചകളൊക്കെ കാണിക്കാം. വിൻ്ററിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രത്യേകതര ഭംഗിയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗരാജില്ലാത്ത വീടുകൾക്ക് ഇങ്ങനെ മഞ്ഞ് മാറ്റണമെങ്കിൽ കണ്ടോ, ഐസ്ക്രീം പോലും മൂടിയിരിക്കുന്നത്, ഇതൊക്കെ വീഴുന്ന മാറ്റണം ഗൈസ്. ഇതാണ്, ഇവരൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല. ചില വീട്ടിന് മുമ്പിലൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ടോ, ആ വീട് കണ്ടോ ഗൈസ്. ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ. ഇവര് വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ. അത് കണ്ടോ, മാൻ്റെ രൂപമൊക്കെ പുറത്ത് ലൈറ്റ് കത്തിച്ച് വെച്ചേക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരുക്കി വെക്കും. ഇത് കണ്ടോ, ഒരുപാട് വീടുകൾ ഇനിയും വരും. ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം ഒരു വ്ലോഗ് എടുക്കാം. എല്ലാ കാഴ്ചകളും വീടിൻ്റെ മുമ്പിലുള്ള ഒരുക്കങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. ക്രിസ്മസ് ഒരു ഉത്സവമാണ് ഗൈസ് ഇവിടെ. ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വീട് വൃത്തിയാക്കുന്നവർ. പക്ഷേ ഇവർ ലേറ്റാണെന്നേ ഉള്ളൂ. അവർ രാത്രിയോ നാളെ രാവിലെ ഇത് ക്ലിയർ ചെയ്യും. കാരണം ഇന്ന് രാത്രിയും മഞ്ഞ് പെയ്യുന്ന കാണിക്കുന്ന. ചിലവർ വെയിറ്റ് ചെയ്യും മഞ്ഞെല്ലാം കൂടെ ഒന്ന് വീണിട്ട് മാറ്റാനായിട്ട്. വേണ്ട, ഇനി ഞാൻ വീഡിയോസ് ആക്ച്വലി മാക്സിമം ലെങ്ത് കുറച്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. ചിലത് എനിക്ക് കംപ്ലയിൻറ്റ്സ് കുറച്ച് കേട്ടു, ഒരുപാട് ലെങ്ത്താണ് വീഡിയോ, 20 മിനിറ്റ് 15 മിനിറ്റ് 5-10 മിനിറ്റിൻ്റെ അകത്ത് നിന്നാൽ മതി വീഡിയോസ് എന്ന് സജഷൻസ് വന്നതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം കമൻസിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വിൻ്ററിൻ്റെ തന്നെ ഒരുപാട് കാഴ്ചകൾ, ഇത് മാത്രമേ, ഇത് ഞാൻ വീട്ടിന് മുമ്പിലുള്ള ചെറിയ കാഴ്ചകൾ മാത്രമാണ് കാണിച്ചത്. ഇനി നമ്മൾ വിൻ്റർ ഭംഗികൾ കാണാൻ അത് കുറേ ലൊക്കേഷൻസ് നമ്മൾ യാത്ര ചെയ്യും കാനഡയിൽ തന്നെ. അപ്പോൾ അതൊന്നും മിസ്സാവരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കണം പറ്റുക, ബെല്ലേക്കണം പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുട്ടി വ്ളോഗ്. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് കാനഡ സൈനിങ് ഓഫ്.